നമുക്കിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു bad touch ആണെന്ന്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നിങ്ങളാണോ അതിജീവിക്കാൻ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ അതിജീവിക്കാൻ തീരുമാനിക്കുന്നത്? പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരാൾ ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ടിരുത്തി, അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അന്ന് ആ സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. അതെന്ത് ധൈര്യമാണ് മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. അതങ്ങനെ പറ്റത്തുള്ളൂ. അത് ചിലപ്പോ ലൈംഗിക അതിക്രമം നടക്കുന്ന സമയത്ത് തന്നെ അതെന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്ത് ധൈര്യം നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല. അവർക്ക് അന്നേരം ധൈര്യം അവർക്ക് അന്നേരമേ ധൈര്യം. ആ വിധിയാണോ നിങ്ങൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുമ്പോൾ അവർക്ക് എപ്പോൾ ധൈര്യം വേണം, അവരെപ്പോ റിപ്പോർട്ട് ചെയ്യണം, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവളെന്താ ഒരുമാതിരി വാവിടുത്തെ പശുവിനെ പോലെ. ആംബിയറുള്ള പുരുഷന്മാരാണ്. സ്ത്രീകളാണ് സ്ത്രീകൾ എപ്പം വേണമെങ്കിലും സ്ത്രീകൾ തീരുമാനിച്ചാൽ ഇതുപോലെ നിങ്ങൾ തീരുമാനമെടുക്കും. ദീപകനെ പോലുള്ള മരണത്തിനിടയാക്കുന്ന ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. മീറ്റു മൂവ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ആ മീറ്റു മൂവ്മെന്റ് ഫേക്ക് മീറ്റു ആവരുത്, അത്രേ ഉള്ളൂ. ഫേക്ക് മീറ്റു ആവരുത്. ഫേക്ക് മീറ്റു ആവരുത്. 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ പോയി. അവസാനം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി പറഞ്ഞു എങ്ങനെയാണ് ഇത് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ സാധിക്കുക, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. 48 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ കഴിയില്ല. അത് നിങ്ങളുടെ ബോധമില്ലായ്മയാണ്. മാഡം തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ടാഗ് വെച്ച് ജീവിക്കണം? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് ആര് പറഞ്ഞു മാഡം? വെറും ആരോപണമാണെങ്കിലോ? അത് ശരിയാ അല്ലേ? രാഹുൽ ഈശ്വർ എന്ത് തരം എനിക്ക് അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം, 5 വയസ്സിലുണ്ടായ ഒരു അബ്യൂസ്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം? 5 വയസ്സുള്ള ഒരു അബ്യൂസ് ഞാൻ ഇതേപോലെ ഒരു സോഷ്യൽ സ്പേസിൽ വർഷങ്ങൾക്ക് ശേഷം അഡ്രസ്സ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 16 വയസ്സായി കാണും. ഞാൻ ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ കണ്ട് യൂറോപ്പിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി, എനിക്ക് അറിയില്ലായിരുന്നു ഇത് അബ്യൂസ് ആണെന്ന്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നാണ് ഉണ്ടായത്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടത് ഇതിനെന്തെങ്കിലും പ്രൂഫ് വേണം. അപ്പൊ ഞാൻ എന്ത് പ്രൂഫ് ഉണ്ടാക്കാൻ പോകണം? 5 വയസ്സിൽ എനിക്ക് ഉണ്ടായ സ്റ്റേറ്റ്മെന്റിലോ ലക്ഷ്മി ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയില്ല. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ ചിലപ്പോൾ 1000-കണക്കിന് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്നത് ഈ മൊത്തം ആൾക്കാരെ നിങ്ങൾ ഡിനേ ചെയ്യാണ്. അത് നിങ്ങൾ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് പരാതി കൊടുത്ത് 10 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ഉള്ള ആളാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലേ? നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ല, പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ കൺക്ലൂഷനിലും ഞാനൊരു ഡിസ്കഷനിലാണ്. നിങ്ങൾ എത്തുന്ന കൺക്ലൂഷനിലേക്കാണ്, ഞാനൊരു കോൺവെർസേഷനിലാണ്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്ത്? 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനും ഉണ്ട്. അതുകൊണ്ട് അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ ഉത്തരം കൊടുക്ക്. രാഹുൽ ഈശ്വർ ഞാൻ രാഹുൽ ഈശ്വറിനോട് കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തക്ക ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ലാരിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുട്ടാത്തക്ക
താങ്കളുടെ സഹോദരനോ എന്റെ സഹോദരനോ നേരെ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. അയാൾക്ക് എന്താണ് ലീഗൽ അതെ, എന്റെ സഹോദരനാണ്. ഞാൻ അയാളോട് വൃത്തമായി ഇരുന്ന് ചോദിക്കും, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡും കേൾക്കാൻ തോന്നും എന്തുകൊണ്ട് അവരത് പറഞ്ഞു. അല്ലാതെ ഞാൻ ആദ്യം എന്റെ ബ്രദർ പറഞ്ഞു ഇറ്റ് ഈസ് നോ, അവൻ നല്ലവനാണെന്ന് ഞാൻ വാദിക്കാൻ ശ്രമിക്കും. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ ഇയാൾക്ക് എന്റെ മീഡിയ കാലയറെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ ഇയാൾക്ക് റേപ്പിസ്റ്റ് ചാപ്പയുണ്ടാകും. ഇയാൾക്ക് ഭാര്യയുണ്ട്, അവർ സ്കൂളിൽ പോകുന്നുണ്ട്, അമ്മയുണ്ട്. മരിച്ചു മേലെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ദീപക്. റേപ്പിസ്റ്റ് ചാപ്പ കിട്ടിയിട്ടും ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. സ്ത്രീയും പുരുഷനും തുല്യമാണെന്നുള്ള വാദം നടത്തിയിട്ട് എവിടെയാണ് ഈ റേപ്പ് വരുന്നത്? അയ്യോ, ഇവിടെ റേപ്പ് നടക്കുന്നില്ല. ഇവിടെ റേപ്പ് നടക്കുന്നില്ല. സൂപ്പർ. ഇവിടെ റേപ്പേ നടക്കുന്നില്ല. വാവ്, അടിപൊളിയാണ്. മോനെ അടങ്ങ്. അദ്ദേഹം പറഞ്ഞത് കൺസെന്റോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന് 10 വർഷത്തിന് ശേഷം കൺസെന്റ് പിൻവലിക്കാനാവില്ല. റെട്രോസ്പെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നില്ല. അതായത് 2000 ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നു. എല്ലാ മീറ്റും ഒരേ തൊഴുത്തിൽ കെട്ടുന്നതിനാ. എല്ലാ മീറ്റും ഒരേ തൊഴുത്തിൽ കെട്ടുന്നതിനാ. റിലേഷൻഷിപ്പ് പോകുന്നതിന് മുമ്പ് എഴുതി ഒപ്പിടാൻ പറ്റൂലല്ലോ. നിങ്ങളുടെ ശരി, ഞങ്ങൾ ശാരീരിക ബന്ധത്തിന് തയ്യാറാണ്, ഒപ്പിട്ട് തരണമെന്ന് പറയുന്നത് ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. നല്ലത്, സംശയമില്ല. പക്ഷെ അപ്പോഴും ആശ മാഡം എന്ന് പറയുന്നത് അറിയാമോ, അങ്ങനെ ഒപ്പിട്ട് ഈ സ്ത്രീ പുരുഷ സമത്വം അന്നേരമില്ലേ? ഞാൻ പറയട്ടെ, ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് പേപ്പറിൽ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട്, പേപ്പറിൽ അല്ലാതെ ട്രസ്റ്റിൽ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട്. ട്രസ്റ്റിൽ കെട്ടിപ്പിടിക്കുന്ന വേണ്ടവര് മേടിക്കുക. നിങ്ങൾക്ക് സ്ത്രീകളെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. സ്ത്രീക്കാണ് ഈ വിഷയം. ദീപക് മാത്രമല്ല ഇവിടെ മരിച്ചത്, ഇവിടെ നിഖിൽ ബാബു മരിച്ചു, അതിനുമുമ്പ് സാജൻ മരിച്ചു. എല്ലാം സ്ത്രീകളുടെ ഈ ഒരു തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അവർ മരിക്കാനുണ്ടായ കാരണം. അവരൊരു ട്യൂളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ്. ഞാൻ ഉടനെ തന്നെ എന്താ പറയാ, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, പരാതി. 27 ലക്ഷം രൂപ പേര് കണ്ടത്. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ് ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. അതെ മാഡം, അത് ദീപകിന്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ? മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. ഞാൻ എന്താ പറഞ്ഞു? എനിക്കറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞതാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. സംശയത്തിന്റെ ആനുകൂല്യം എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ, ഒരു സ്ത്രീ എന്നുള്ള. ഇത് പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? പറയാറുണ്ടോ? ആര് തീരുമാനിക്കും? കോടതി തീരുമാനിക്കും. നിങ്ങളാണോ അതിജീവിക്കാൻ തീരുമാനിക്കുന്നത്? ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. വീഡിയോക്കകത്ത് ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. നമുക്ക് തോന്നിയിട്ടുണ്ട്. തള്ളക്കാൻ വിളിക്കാത്തതേ
നിനക്ക് തന്തയില്ലാത്തോണ്ടാ. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവനിസം ഉണ്ട്. അതിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം അല്ല. നമ്മുടെ സമൂഹത്തിൽ മെയിൽ പാട്രിയാർക്കിയും ഷോവനിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ നേരെ തിരിച്ചതിന് മറുപടി ഫെമിനാസിസം അല്ല. നമ്മൾ ഫെമിനിസ്റ്റും തമാസി പറയുന്ന പോലെ മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? അവിടെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടല്ലോ ആ തീവ്ര ഫെമിനിസം ഉണ്ടല്ലോ. നമ്മുടെ തീവ്ര ഫെമിനിസ്റ്റിന്റെ നടപടികളാണ് ഈ സാധനം കാണുന്നത്. ഇവക്കിന്റെ മരണം ആ തീവ്ര ഫെമിനിസ്റ്റിന്റെ റിസൾട്ടാണ്. തീവ്ര പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ്.